നമ്മൾ ചെയ്യാൻ പോകുന്നത് പൾസർ 220യുടെ ഗിയർ ഷിഫ്റ്റ് ലിവർ എങ്ങനെ അതിൻ്റെ പ്ലേ എങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ 220യിൽ കാണാവുന്നതാണ്. ഒരുപാട് പ്ലേ ഉണ്ട്, താഴോട്ടും മേലോട്ടും പ്ലേ ഉണ്ട്, സൈഡിലേക്കും പ്ലേ ഉണ്ട്. ഈ പ്ലേ കൂടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്യുമ്പോൾ മേലേക്ക് ഒരുപാട് ത്രോ ഉണ്ടായതുകൊണ്ട് തന്നെ കാല് സ്ലിപ്പാവാനും ഗിയർ ഇടുന്നത് കംപ്ലീറ്റ് ആവാതിരിക്കാനും ചാൻസ് കൂടുതലാണ്. ഗിയർ കംപ്ലീറ്റ് ആവാതെ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എഞ്ചിന് അത്ര നല്ലതല്ല. ആമിൻ്റെ കൂടെ കാണാൻ ആമിൻ്റെ പിന്നെ ലൂസാണ്, അത് റീപ്ലേസ് ചെയ്യേണ്ടതാണ്. എൻ്റെ അടുത്ത് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റീപ്ലേസ് ചെയ്യുന്നില്ല. ഇത് ഫിക്സ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഒരു 10 mm സ്പാനർ, 12 mm സ്പാനറും, അല്ലെങ്കിൽ റാച്ചറ്റ് 12ൻ്റെയും 10ൻ്റെയും സോക്കറ്റ്, പിന്നെ ഓൾ പർപ്പസ് ഗ്രീസ്. ഇത്രയും മാത്രം മതി നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് പാർട്സ്. ഇതിൽ പെഡല്, ടൈറോഡ്, ആമ്, പിന്നെ കാണുന്ന ഡ്രം സ്റ്റോപ്പറും ഗിയർ ഷിഫ്റ്റ് ലിവറും ഉള്ളിൽ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലെല്ലാം ഇത് കാണാവുന്നതാണ്. ഇതിൽ പെഡൽ ആൻഡ് ആമാണ് മാറ്റേണ്ടത്. ഞാൻ പറഞ്ഞ ആമ് പുതിയത് മാറ്റുമ്പോൾ ഞാൻ വീഡിയോ ഇടുന്നതാണ്. ടൈറോഡിനും പെഡലിനൊന്നും തൽക്കാലം കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമുക്കിവിടെ കാണാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് പ്ലേ ഉള്ളത്. ഇനി 12 mm ഒരു സ്പാനർ എടുത്തിട്ട് ഈ ഹോൾഡറിൽ വെച്ചിരിക്കുന്നത് നെട്ട് ഊരണ്ടാണ്. അതൊരു ലോക്ക് നെട്ടാണ്. ഊരിയതിന് ശേഷം ഫ്രണ്ടിൽ ആം ഹോൾഡ് ചെയ്തിരിക്കുന്ന 10 mm ബോൾട്ട് ഊരേണ്ടതാണ്. അത് പതുക്കെ ഇളക്കി സ്ലൈഡ് ചെയ്തെടുത്താൽ കിട്ടും. ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് വെഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പോരുന്നതാണ്. ഇത് സാധാരണ കിട്ടാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് എടുക്കാത്ത തന്നെ കിട്ടാറുണ്ട്. അതിനുശേഷം പതുക്കെ ഇത് സ്ലൈഡ് ചെയ്ത് കണ്ടെടുക്കാം. അപ്പോൾ ഒരു വാഷർ ഉണ്ടാവും. ഇതാണ് ഫുൾ അസംബ്ലി, ഗിയർ ഷിഫ്റ്റ് അസംബ്ലി. അതിലൊരു വാഷർ ഉണ്ടാവും, ഒരു കോളർ ഉണ്ടാവും, ഒരു വാഷറുണ്ട്, ഒരു കോളറുണ്ട്. ആ കോളർ പുറത്തേക്ക് എടുക്കുക. ഒരുപാട് മണ്ണും മണൽത്തരികളും ഗ്രീസ് സ്ലഡ്ജൊക്കെ അതിൽ നിൽക്കുന്നുണ്ട്. ഒക്കെ ക്ലീൻ ചെയ്തിട്ട് തിരിച്ചതിലേക്ക് പുതിയ ഗ്രീസൊക്കെ വെച്ചിട്ട് ഇടാം. കോളറിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ലഡ്ജ് അടിഞ്ഞിട്ടുണ്ട്. അതേപോലെ വാഷറിൻ്റെ ഉള്ളിലും നമുക്ക് ആ പിന്ന് ആദ്യം ക്ലീൻ ചെയ്യാം. അത് ഹോൾഡ് ചെയ്യാൻ സ്ക്രൂ ഉണ്ട്, പിന്നെ ആദ്യം ക്ലീൻ ചെയ്യാം. നന്നായി ക്ലീൻ ചെയ്യണം. എല്ലാ സ്ലഡ്ജും ഇതും മണൽത്തരികളൊക്കെ പോകണം. നന്നായി ക്ലീൻ ചെയ്യാം. ഇങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഉറപ്പ് വരുത്തുക അതിൽ മണ്ണും തരികളൊന്നും ഇനി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം ലോക്കനട്ടും വാഷറും ബാക്കി എല്ലാ പാർട്സും, ഗിയർ ഷിഫ്റ്റിൻ്റെ പെഡലും അതിൻ്റെ ലിങ്ക് റോഡും എല്ലാം ക്ലീൻ ചെയ്യാൻ നന്നായിട്ട്. മുട്ടിൻ്റെ ത്രെഡിൻ്റെ ഉള്ളിലൊന്നും മണൽത്തരികളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം കോളർ ക്ലീൻ ചെയ്യാം. നന്നായി
നന്നായി ക്ലീൻ ചെയ്യുക. അകത്തും പുറത്തും നന്നായി ക്ലീൻ ചെയ്യാം. കുറച്ച് കറസിൻ തുണിയിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ആവും. അതിനുശേഷം രണ്ട് സൈഡിലുള്ള രണ്ട് വാഷറും നന്നായി ക്ലീൻ ചെയ്യുക. ഒരേ വാഷറാണ്, ഒരേ തിക്നെസ്സും ഒരേ ഡയമീറ്ററും പിന്നെ ഡയമീറ്റർ ഔട്ടർ ഡയമീറ്ററൊക്കെ ഒരുപോലെയുള്ള വാഷറാണ്. അതിനുശേഷം നമ്മുടെ അസംബ്ലി എടുത്തിട്ട് ഗിയർ ഷിഫ്റ്റ് അസംബ്ലി എടുത്തിട്ട് അതിനകത്ത് നന്നായി ക്ലീൻ ചെയ്യാം. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ലൈനിങ് ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് കോളർ ഇരിക്കുന്നത്. ആ കോളറും അതും കൂടിയാണ് നമ്മൾ ആ പിന്നിലേക്ക് ഗ്ലൈഡ് ചെയ്ത് കയറ്റുന്നത്. കോളർ വെച്ചിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഫൈബറിൻ്റെ ലൈനിങ് വെച്ചിട്ടിരുന്നത് രണ്ട് മെറ്റൽ പാർട്ട് തമ്മിൽ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ തേയ്മാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വീരൻ ടയറൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ക്ലീൻ ചെയ്യാകും അകത്ത്. അതിനുശേഷം നമ്മുടെ ഹോൾഡറിൻ്റെ ഒരു ബോണസ് സോക്കറ്റ് പോലത്തെ ഇത് കാണാം, അതും ക്ലീൻ ചെയ്യുക. അതിന് ആ ഹോൾ കാണുന്ന അവിടെയാണ് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടത്. അതിലൂടെയാണ് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ടത്. 4 ഫോട്ടോയിലെയും എല്ലായിടത്തും ഗ്രീസ് നന്നായി പുരട്ടുക. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ക്യാമറ പിടിക്കാൻ ഒരാളും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം അവസാനം എല്ലാം റീഫിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ തിരിച്ചതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മേലോട്ടും താഴോട്ടുള്ള പ്ലേ കുറയ്ക്കാൻ നോക്കുക. ആമിൻ്റെ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം നമ്മുടെ ആംഗിൾ കറക്റ്റാക്കിയിട്ട് ഗിയർ പെഡലിൻ്റെ ആംഗിൾ കറക്റ്റാക്കിയിട്ട് തിരിച്ച് നമ്മുടെ ഗിയർ ഷിഫ്റ്ററിലേക്ക് വയ്ക്കുക. കയറുന്നില്ല. അപ്പോൾ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് കുറച്ച് വിടത്തിയിട്ട് കയറ്റാണ് ഉള്ളിലേക്ക് കയറി. ഇനി 10 mm ബോൾട്ട് എടുത്തിട്ട് അത് ടൈറ്റ് ചെയ്തിട്ട് വയ്ക്കാം. ഓവർ ടൈറ്റ് ചെയ്യരുത്. പക്ഷേ അവിടെ പ്ലേ പാടില്ല. ഒരുപാട് പ്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ലോക്ക് തേഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ലോക്ക് തേഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഷാഫ്റ്റ് ഇളകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക ടൈറ്റായിട്ട്. ഓക്കെ, ശരി. പിന്നെ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ, ആംഗിൾ കറക്റ്റ് അല്ലേ, എല്ലാം ചെക്ക് ചെയ്യാം. ഇപ്പോൾ കാണാം മേലോട്ടും താഴോട്ടുള്ള പ്ലേ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിലോട്ടുള്ള പ്ലേ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.